നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ക്രിസ്മസും ഫെസ്റ്റിവൽ സീസണല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റൈലായിട്ട് പോവുകയും ചെയ്യാം. തയ്പ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു അത്യാവശ്യം ഒരു പാർട്ടി ടച്ചുള്ള രീതിക്ക് ഇടുകയും ചെയ്യാം. എല്ലാത്തിലുപരി വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഇടാം. ഞാൻ ഈ ബ്ലൗസിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ബ്ലൗസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് കേട്ടിട്ടേ പർച്ചേസ് ചെയ്യാവുള്ളൂ കേട്ടോ. ചാടി കയറി അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ബാക്കി വരുന്ന അനന്തര പ്രശ്നങ്ങൾക്കൊന്നും കമ്പനി ഉത്തരവാദിയല്ല. എന്നാന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല. വൺസ് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്താൽ അതിനെന്തുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് ചേരുവയിലോ അതൊന്നും നമ്മൾ ഡസൻ മാറ്റർ എന്ന് പറഞ്ഞ പോലെ നമുക്കത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ സാധനങ്ങൾക്കും ഇല്ല, ചില സാധനങ്ങൾക്ക് വളരെ കുറവ്, ബാക്കിയെല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് എന്ത് വന്നാലും എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല. ഇതിപ്പോൾ ഇന്ന് കാണിക്കുന്ന ബ്ലൗസുകൾ മുഴുവൻ XXL സൈസ് വരെ, അതായത് XXL എന്ന് പറയുമ്പോൾ നമ്മൾ കുർത്തിയുടെ സൈസ് നോക്കുമ്പോൾ 44 സൈസാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബ്രാ സൈസ് അല്ല, ബ്രാ സൈസ് 44 അല്ല ഉദ്ദേശിക്കുന്നത്. കുർത്തിയുടെ സൈസ് നോക്കുമ്പോൾ 44 സൈസ് വരെയുള്ള വരെയുള്ള ആർക്കും, അത് 36 ആട്ടെ, 38 ആട്ടെ, 40 ആട്ടെ, 42 ആട്ടെ, 44 ആട്ടെ. കാരണം ഇത് സ്കിൻ ഫിറ്റ് ബ്ലൗസ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ വണ്ണം അനുസരിച്ച് ഇത് അഡ്ജസ്റ്റബിളായി വരും. അതുകൊണ്ട് 44 സൈസ് ഉള്ളവർക്കേ എടുക്കാവുന്നില്ല. ആർക്ക് വേണമെങ്കിലും 44-ന് താഴേക്ക് ഉള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു 30 സൈസുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ, അയാൾക്ക് തീരെ മെലിക്കുന്നതാണെങ്കിൽ സൈഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ശരിയാക്കോളും. ഷോൾഡർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കൈക്ക് ഇച്ചിരി ലൂസ് വല്ലതും വന്നെങ്കിൽ, ബോഡിക്ക് ഏതായാലും വലിയ ലൂസ് വരത്തില്ല, വന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ നോർമൽ തയ്യൽ മെഷീനെല്ലാം അടിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ബ്ലൗസിലേക്ക് കിടക്കാം. ഇതാണ് സ്കിൻ ഫിറ്റാണ്. ഇതിന് ഫ്രണ്ട് ഓപ്പണോ ബാക്ക് ഓപ്പണോ അങ്ങനെയൊന്നുമില്ല. ഞാനിത് എടുത്തു പറയാൻ കാര്യം, പണ്ടൊരിക്കലും ഒരാളിത് വാങ്ങിച്ചിട്ട് ഒരു ചേച്ചി പറഞ്ഞു, അയ്യോ ഇതിന് ഓപ്പണൊന്നും ഇല്ല, ഇതിന് ഇങ്ങനെയാണ്, ഓപ്പണൊന്നും ഇല്ല, അത് ചുമ്മാ നമ്മൾ ബനിയൻ കയറ്റിയിടുന്ന പോലെ കയറ്റിയിട്ടാൽ മതി. നമ്മൾ തയ്പ്പിക്കുന്ന ഒരു ബ്ലൗസിനുണ്ടാകുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും, ഇപ്പം ഏറ്റവും ഞാനൊക്കെ ഒരു ബ്ലൗസിനകത്ത് കണ്ടിരിക്കുന്ന ഒരു ഇതാണ്, ഇവിടെ ഒക്കെ ചുളുങ്ങിക്കിടക്കും. നമ്മൾ ബ്ലൗസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, സാരി ഇട്ട് കഴിഞ്ഞാൽ ബ്ലൗസ് ഇങ്ങനെ ചുളുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര അഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ ചുളുങ്ങി, അത് സ്റ്റിച്ചിങ്ങിൽ വരുന്ന അപാകതയാണ്. ചിലർ തയ്ച്ചാൽ ഭയങ്കര പക്ഷേ ഇതിന് ആ പ്രശ്നം ഇത് ഉണ്ടാകും. കയ്യിൽ എത്ര ഫിറ്റായിട്ടാണ് കിടക്കുന്നതെന്ന്. ഇതൊരു ബനിയൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഒരു വിധത്തിൽ നമുക്കത് തോന്നിക്കത്തില്ല, ഫീൽ ചെയ്യത്തില്ല. ഇത് ഇട്ടേക്കുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് ട്രയൽ ചെയ്തിട്ടാണല്ലോ ആൾക്കാർ ഇടുന്നത്. അപ്പോൾ അവർ പറയൂ, എന്നാ സുഖമാണോ ഇതിട്ടിട്ടുണ്ടോ, സത്യം പറഞ്ഞാൽ ബ്ലൗസ് ഇട്ടിട്ടുണ്ടെന്ന് ഫീലേ ചെയ്യത്തില്ല, അത്രയ്ക്ക് കംഫർട്ടാണെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഇതിവിടെ ഇങ്ങനെ ഒരു സ്കാലപ്പ് പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരിക്കും. ഇതിൻ്റെ വില സ്ക്രീനിൽ എഴുതി കാണിച്ചോളൂ അല്ലേ. ഇത് ആദ്യത്തെ ബ്ലൗസ്. ഇനി അത് പർപ്പിൾ ഷെയ്ഡായിരുന്നേ. അടുത്തത് ഓഫ് വൈറ്റ്. ഇത് കണ്ടോ, ഒരു പ്രിൻസസ് കട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രിൻസസ് കട്ടാണ് ഇത്. ഒന്ന് കട്ട് ചെയ്തിട്ട് വേണ്ട ഒച്ച അടയ്ക്കുന്നത് ആ ഒരു പ്രശ്നം കേട്ടോ. തൈയുടെ നീളം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എൽബോയ്ക്ക് മേളിലാണ് നിൽക്കുന്നത്. ഇതിച്ചിരി കൂടെ കയറി ഇങ്ങോട്ട് ഷോൾഡർ കയറി വരും. എൻ്റെ ഒരു ചുരിദാറിൻ്റെ കൈ ഉള്ളതുകൊണ്ടാണ് ഈ ഊർന്നൂർന്ന് പോകുന്നത്. ഇതിന് തിട്ട കയറി പൊങ്ങി ഇങ്ങനെ ഇരിക്കുമല്ലേ, ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. XXL ആണ് സൈസ്. എൻ്റെ ഒന്നും സൈസ് XXL അല്ല, എനിക്ക് XL ആണ് സൈസ്. ശരിക്കും പക്ക XL അല്ല, ലാർജിനും XL-നും ഇടയ്ക്കാണ് കറക്റ്റ് എൻ്റെ സൈസ് എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിലും ഇത് ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. എൻ്റെ കയ്യിലും ഡ്രസ്സ് ഉണ്ടെന്നും കരുതല്ല. അടുത്ത ഡിസൈൻ ഉണ്ടോ, നല്ല ഡിസൈൻസാണ്. ഇതിപ്പം ഡാർക്ക് മെറൂണിൽ ഒരു സിൽവർ ലൈൻസ് ചെയ്തിരിക്കുക. നമ്മൾ ഒന്നാന്തരം പാർട്ടി വെയർ ബ്ലൗസ് ഇടുന്ന പോലെ ഇടുകയും ചെയ്യാം, നല്ല ഫിറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, റേറ്റ് ഇത്രയും മുടക്കിയാൽ പോലെ നമുക്ക് ഇതിൻ്റെ മേലിൽ വലിയ ആൾട്രേഷൻസോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് നടക്കണ്ട. പിന്നെ ഞാൻ പറയുകയാണ്, ഇത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ പരീക്ഷണാർത്ഥം വാങ്ങിച്ചോളൂ. പക്ഷേ നിങ്ങൾ പരീക്ഷണം നടത്തുമ്പോൾ നമ്മളോട് പിറ്റേ ദിവസം, അയ്യോ ഞാനങ്ങനെ വെറുതെ ഒന്ന് വാങ്ങി നോക്കിച്ചാൽ എനിക്കത് തിരിച്ചു തരണം, മാറി തരണം എന്ന് പറഞ്ഞാൽ അത് തരില്ല കേട്ടോ. ബ്ലാക്ക്. ഇതിപ്പോൾ നമുക്കുണ്ടല്ലോ, ക്രിസ്മസിന് വൈറ്റ് ഡ്രസ്സ് ഇടുന്നതിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണേലും ഇടാം. പിന്നെ കേരള സാരിയുടെ കൂടെ ഇടാം. പിന്നെ ഏതിൻ്റെ വേണേലും ഇടാം. നമുക്ക് ഒത്തിരി പ്ലെയിൻ സാരികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം. ഒത്തിരി നല്ലതാണ്. ഇതിനകത്ത് കേരളത്തിനുള്ളിൽ 5 ബ്ലൗസ് ഒന്നിച്ചെടുക്കുന്ന ആൾക്കാർക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് അല്ലേ.
അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. കേരളത്തിനുള്ളിൽ മാത്രം. നമ്മൾ ഈ ഷിപ്പിംഗ് ഒന്നും ഫ്രീ കൊടുക്കാത്തതിന് കാര്യം എന്ന് വെച്ചാൽ ഒന്നും ആർക്കും ഫ്രീ കിട്ടുന്നില്ല. വെറുതെ തോന്നിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ, ഫ്രീ ആക്കി തരുന്ന തോന്നിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ എന്ന് വിചാരിക്കുന്നു. തോന്നിപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഷിപ്പിംഗ് തരുന്നത്. അങ്ങനെയൊന്നും ആർക്കും ഫ്രീ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം നമ്മളിപ്പം ഷിപ്പിംഗ് ഫ്രീ തന്നെ 5 ബ്ലൗസ് ഒരാൾ എടുക്കുമ്പോൾ അയാൾക്ക് അത് അത്രയും ഒരു വർത്ത് ഉണ്ടാകട്ടെ, നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരിത്. കേരളത്തിനുള്ളിലേ ഉള്ളേ, ഔട്ട്സൈഡ് കേരള ഇല്ല. നല്ല സിൽവർ ലൈൻസ് പോയി. നമുക്ക് പാർട്ടി വെയർ ബ്ലൗസ് ഇടുന്ന പോലെ വേണമെങ്കിൽ ഇടാം. എന്നാൽ ഇത് ഭയങ്കര ഹെവി പാർട്ടി വെയർ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. ഈ നൈറ്റിലൊക്കെ ഫംഗ്ഷൻ എനിക്ക് എന്നാ ഇഷ്ടമെന്ന് പറയും, ഈ സിൽവർ ലൈന് ഭയങ്കര ഭംഗിയത്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസും ചെയ്യും. എന്താ പറയുക, ഡ്രൈ വാഷേ പാടുള്ളൂ അങ്ങനെയോ ഇങ്ങനെയോ ഒന്നുമില്ല. ഞാൻ എല്ലാം കാണിച്ചു തരുന്ന എന്നാന്നറിയോ, ഇത് കറക്റ്റ് കാണാനാ ഡിസൈന് ആഷ് കളർ കേട്ടോ. ഇങ്ങോട്ട് വെക്കണോ? ഞാനതിനല്ലേ ഓരോ പ്രാവശ്യം കെട്ടിയിട്ട് കൈ വലിച്ചിടുന്നു. അല്ലേ ഇത് ഫ്രണ്ട് ബാക്കി മാറ്റിയാണ്. ഇത് ചുവപ്പ്, ഇതാ ക്രിസ്മസിന് എടുത്തോ. റെഡ് ഇടേണ്ടവരൊക്കെ എടുത്തോ. ഇതുണ്ടല്ലോ, ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഷോപ്പിലൊക്കെയുള്ള ചെറിയ പെൺപിള്ളേരില്ലേ, ടീനേജേഴ്സ് പെൺപിള്ളേർ, ആ പെൺപിള്ളേർക്കുണ്ടല്ലോ ഇതില്ലേ നമ്മുടെ ക്രോപ്പ് ടോപ്പായിട്ട് എടുക്കുന്നുണ്ട്. ഇത് നല്ല ഇവിടെ വരെ നല്ല ഇറക്കം കിട്ടും കേട്ടോ. ഇറക്കം കൂടെ ഒന്ന് കാണിക്കാറ്, എത്ര ഇറക്കം വരും. അതായത് നമ്മുടെ ചെസ്റ്റിന് അവിടുന്ന് നല്ല താഴെ വരെ ഇറക്കം വരും. അതിപ്പോൾ ക്രോപ്പ് ടോപ്പായിട്ട് ഇടുന്നതാണ് കൊച്ചു പെൺപിള്ളേർ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റെഡാണേ, നല്ല റെഡ്, ക്രിസ്മസ് റെഡ്. ഈ വൈറ്റ് വേറെ ഡിസൈൻ ആയിരുന്നു അല്ലേ? വേറെ ഡിസൈൻ ആയിരുന്നില്ലേ? ഇതിപ്പം ഒരു ചെറിയ സിൽവർ അല്ല, കോപ്പറോ ഗോൾഡോ ഒക്കെ പോലുള്ള ചെറിയ ഡിസൈൻ. നേരെ നോക്കുമ്പോൾ സ്ട്രൈറ്റ് ഒറ്റ നോട്ടത്തിൽ ഡിസൈൻ കാണാവേ. വൈറ്റ് ബ്ലൗസ് എടുക്ക്, വേറെ ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് ഓഫ് വൈറ്റ് ആട്ടോ, പ്യുവർ വൈറ്റ് അല്ല. വൈറ്റ് ബ്ലൗസിനോളം നമുക്ക് ലുക്ക് മാറ്റുന്നൊരു സാധനം സത്യമായിട്ട് ഞാൻ പറയാം. ബ്ലാക്കിൻ്റെ വേറൊരു ഡിസൈൻ. ഈ ഡിസൈനൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുള്ള ഒത്തിരി പേർക്ക് എന്തോ എൻ്റെ പൊന്നെ ബ്ലൗസ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബ്ലൗസിന് റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം അത് വാങ്ങിക്കാൻ എന്തോരം ആൾക്കാരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഭയങ്കര ആവശ്യക്കാരാണ്, നമുക്ക് കൊടുക്കാൻ മേലാത്ത കുഴപ്പമുള്ളൂ. എന്താ പിന്നുണ്ടല്ലോ, തലമരയ്ക്കുന്ന കേസാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ ഭ്രാന്ത് പിടിച്ചു പോകുന്നു. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ. ഇത് ബുക്ക് ചെയ്യാനിരിക്കുമ്പോഴത്തേന് ഇത് ഇപ്പോൾ ഉണ്ടല്ലോ, ഓഫ് വൈറ്റിന് റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. ക്രിസ്മസിന് കറക്റ്റാണ്. ക്രിസ്മസ് ഫംഗ്ഷന് പോകും, ഗാദറിങ്ങിനൊക്കെ പോകുമ്പോഴേ, പള്ളിയിലൊക്കെ പോകുമ്പോഴേ, അല്ലെങ്കിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും കറക്റ്റാണ്. റെഡ്, ആ മുമ്പേ കാണിച്ച റെഡ് കളറ് ഡിസൈൻ വേറെ ഉണ്ടോ. ഞാനിപ്പോൾ ചെരിഞ്ഞിരുന്ന വീഡിയോ എടുക്കുന്നല്ലേ. കൈയൊക്കെ തുറത്ത് കയറ്റി റൗഡി സ്റ്റൈല്, റൗഡി ബേബി. ഗ്രീൻ, ക്രിസ്മസ് ഗ്രീൻ അടിപൊളിയല്ലേ? നിങ്ങൾ ഇതിപ്പോൾ ക്രിസ്മസ് അല്ല അങ്ങനത്തെ ഇതല്ലെങ്കിൽ കേരള സാരി ഉടുക്കും. ഇനിയിപ്പോൾ വിഷു കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വരൂലേ, എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോയി വരും. ഓണം കഴിഞ്ഞത് ഇന്നലെയാണെന്നല്ലേ തോന്നുള്ളൂ. ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് എല്ലാം മനസ്സിൽ നിന്ന് വായുന്നതിന് മുന്നേ ക്രിസ്മസ് വന്നു അല്ലേ. ലൈഫ് ഗുഡ് എന്തോ പറഞ്ഞേ, ഇതെന്നെ കളറല്ലേ, ഒനിയൻ്റെ ആണോ എന്തോ, നല്ലൊരു കളറാട്ടോ. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല ഷെയ്ഡാട്ടോ. ഇതൊക്കെ അന്ന് കാണിച്ചതാ, എനിക്ക് ഓർമ്മയുണ്ട്. ആ 2 വിദേശത്തിരുന്നവർ ഇത് ഈ കളറ് ചോദിച്ചിട്ട് അയ്യോ ഒരു നെടുനീള മെസ്സേജൊക്കെ അയച്ച്. എൻ്റെ വിദ്യയെ കട്ട് ചെയ്യണോ? കോള് വരുന്നു, അത്യാവശ്യപ്പെട്ട കോളാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തു. അടുത്ത് മുമ്പേ വൈറ്റ് കാണിച്ചതിൻ്റെ ഡിസൈൻ, ഇതൊരു 6 ആഗ് ഡിസൈന്. എന്നിട്ട് വൈറ്റ് ഗ്രീന് റെഡ്. ഇത് പ്യുവർ വൈറ്റാണ് കേട്ടോ, ക്രീമല്ല, പ്യുവർ വൈറ്റ്. എന്നിട്ടില്ലേ വിദേശത്ത് എനിക്കൊന്ന് US-ലും UK-ലും കണ്ടുള്ള കസ്റ്റമറാണേ. ആ ഒരു ഡിസൈൻ ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന ബ്ലൗസിനാണേ. ആ ബ്ലൗസ് തന്നെ കേട്ടോ. എൻ്റെ ദൈവമേ, പുള്ളിക്കാട്ടിയൊക്കെ വീഡിയോ കാണുന്നുണ്ടോ ഇപ്പോഴും? നമുക്കറിയത്തില്ലോ ആരൊക്കെയാണ് കാണുന്നതെന്ന്. എൻ്റെ പൊന്ന്, ഒരു വലിയൊരു മെസ്സേജ് എനിക്ക്. ഞാനോർത്ത് എൻ്റെ സംഭവം ഒന്ന് പറ്റേ
നമ്മുടെ ബുക്കിംഗ് എടുക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറിലല്ലല്ലോ വരുന്നത്. നല്ല ഡാർക്ക് മെറൂൺ നോക്ക്, എന്നാ രസം നോക്ക് നിങ്ങൾ. ഇതിനൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് ക്രോപ്പ് ടോപ്പായിട്ടൊക്കെ ഇടാൻ. അയ്യോ, ഞാൻ പറയുന്നതുകൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുക്കാൻ, ഞാൻ അങ്ങനെ പറയില്ല. വലിയൊരു മെസ്സേജ് അത് കിട്ടാത്തതിന് ഇതേ ഈ ബ്ലൗസാണ് ലാവണ്ടറിൻ്റെ. എനിക്ക് അതുകൊണ്ട് ഈ ബ്ലൗസ് എപ്പോൾ കണ്ടാലും ഓർമ്മ വരും. പരിഭവവും പരാതിയും പിണക്കവും സ്നേഹവും എല്ലാം ഒന്നിച്ചൊരു ഒറ്റ പാത്രത്തിൽ എനിക്ക് വിളമ്പി കിട്ടി. സ്നേഹം കൊണ്ടാട്ടോ. നല്ല കളറല്ലേ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് പറയും. ഞാൻ സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ ഇത് കാണിക്കുമ്പോൾ ഞാൻ നല്ല സാരി എന്നൊക്കെ പറയും. ചില സാരി ഭയങ്കര നല്ലതെന്ന് പറയുന്നില്ലേ, സത്യമായിട്ടും അതിന് ഭയങ്കര ഓർഡർ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ആ 300 രൂപയുടെ സാരി കൊടുത്തപ്പം, ഇത് പഫ് സ്ലീവിൻ്റെ ആണേ, 300 രൂപയുടെ സാരി കൊടുത്തപ്പോൾ ഇല്ലേ ഒരു തത്തപ്പച്ച പാരറ്റ് ഗ്രീൻ കളറിൽ, ഇത് ഇച്ചിരി കൂടെ കയറി വരുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്ലീവ് ഗോൾഡ്. ഇത് ശരിക്കും പിള്ളേർക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഇടാൻ നല്ല കേട്ടോ, ഈ പഫ് സ്ലീവും ഇങ്ങനത്തെ കയ്യും ഒക്കെ ആയിട്ട്. പിന്നെ ഇപ്പം സാരിക്കും ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. എന്തോ പറഞ്ഞിട്ടിരുന്നേ, ആ തത്തപ്പച്ചയില്ലേ പാരറ്റ് ഗ്രീന്, അത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തു പേരത് ചോദിച്ചാന്നറിയാം സത്യമായിട്ട്. എന്നിട്ട് പറയാം വിദ്യ തന്നെ നല്ലതെന്ന് പറയും. എന്നിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കും, തരത്തുമില്ല. ഞാൻ ഈ മെസ്സേജൊക്കെ സത്യം പറഞ്ഞാൽ ഞാനല്ല ഓർഡർ എടുക്കാണ്ടിരിക്കുന്നത്. ഞാൻ മെസ്സേജൊക്കെ പിറ്റേ ദിവസമാണ് കാണുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴേ എന്താ ഒരു രാമഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, നല്ല കളറുകളാണ്, നല്ല കോമ്പിനേഷൻസാണ്, നല്ല സുഖമാണ്. സുഖമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് ട്രയൽ നോക്കിയവർ പറയുന്നത് കേട്ടിട്ടാട്ടോ. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ ഇട്ടിട്ടില്ല. ഞാനിങ്ങനെ ഈ ബ്ലൗസ് സാരി ഉടുക്കുന്നില്ല, പിന്നെ എന്തിനാ ബ്ലൗസ് ഇടുന്നത്. എന്താ അടുത്തത് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ തന്നില്ല എന്ന് ഇനി പറയില്ലല്ലോ. കണ്ടോ, ഇനി ഷോപ്പിലേക്ക് പോയോ. ഇന്ന് ഇപ്പോൾ ഇഷ്ടം പോലെ ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കുർത്തീസ് വന്നിട്ടുണ്ട്. ഗൗൺസ്, പാർട്ടി വെയർ കുർത്തീസ്, പിന്നെ ചുരിദാർ സെറ്റ്. ബനാറസിയിലൊക്കെ സൂപ്പർ ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട്. ബനാറസി പ്യുവർ ടെസർ മൊഡാൾ വന്നിട്ടില്ല. ബനാറസി പ്യുവർ ടെസർ, ജൂട്ട്, സെമി ടെസർ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കടയിലൊക്കെ വരുന്നവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം. 44 സൈസ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ XXL സൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുർത്തിയെ എടുക്കുമ്പോൾ ഇടുന്ന സൈസാണ്, ബ്രാ സൈസ് അല്ല. പിന്നെ നിങ്ങളുടെ ഇപ്പം 44 സൈസാണെന്ന് പറഞ്ഞാൽ 36 സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ ചിലർക്ക് 44 സൈസുള്ളയാൾക്ക് ഇപ്പം 44 സൈസുള്ള 5 പേരെ എടുത്ത് 5 പേർക്കും പല ശരീര ഷേപ്പായിരിക്കും. കൈക്ക് വണ്ണം കൂടുതൽ, ചെസ്റ്റ് തൂങ്ങിയത്, ഷോൾഡർ തൂങ്ങിയത്, ചെസ്റ്റ് വലുത്, അങ്ങനെ പല ഇത് കാണും. അത് നമുക്കറിയില്ല. നമ്മൾക്ക് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ അങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. അതിന് നമ്മളോട് പരിഭവിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യരുത്. നമ്മളുടെ കുറ്റമല്ല. നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് എടുക്കുക. ഇതെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒന്നുകൂടെ പർച്ചേസ് ചെയ്യാതിരിക്കുകയെന്ന് ആവശ്യമുണ്ടെങ്കിൽ ചുമ്മാ എടുത്തു കൂട്ടുകയില്ല, എനിക്കറിയാം. അപ്പോൾ അല്ലാതെ ഇപ്പം ഞാൻ എന്തോ പറയുന്നത്. അപ്പോൾ വീണ്ടും 5 അത് പറയാൻ മറന്നുപോയി. കേരളത്തിനുള്ളിൽ 5 ബ്ലൗസ് ഒന്നിച്ചെടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ്. ബ്ലൗസിൻ്റെ പൈസ മാത്രം അടച്ചാൽ മതിയായിരിക്കും. കേരളത്തിനുള്ളിൽ മാത്രം. നമുക്ക് ഷിപ്പിംഗ് ഫ്രീ പരിപാടിയില്ല. നമുക്ക് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ഓഫീസിനും DTDCക്കും എത്രയാണോ അടയ്ക്കേണ്ടത് അത് അടച്ച് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് സാധനം അയച്ചു തരുന്നത്. പക്ഷേ ഇതിന് മാത്രം 5 ബ്ലൗസ് എടുക്കുന്നവർക്ക് കേരളത്തിനുള്ളിൽ ഷിപ്പിംഗ് ഫ്രീ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ. സമയമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ സബല്ലയുടെ ചാനലോ ചാനലിൻ്റെ ഏറ്റവും വലിയ 3 കുത്തുണ്ട്. ഇതിൻ്റെ പ്രസ് ചെയ്താൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിൻ്റെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വാട്സപ്പിലേക്ക് പൊയ്ക്കോളൂ. ഇതൊക്കെ ആവശ്യങ്ങളല്ലേ. ഡ്രസ്സ് എടുക്കാൻ വേണം, പിന്നെ അടുത്തതും വേണം, ഇതും വേണം. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, മനസ്സോടെ ചെയ്താൽ മതി. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ടാറ്റാ.